തിരുവനന്തപുരം വഴയിലെ ബാറിൽ ഗുണ്ടാ നേതാവിന്റെ സാന്നിധ്യത്തിൽ പോലീസുകാർ തമ്മിലടിച്ച സംഭവത്തിൽ DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇന്റലിജൻസ് മേധാവിയാണ് റിപ്പോർട്ട് നൽകിയത്. ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് അടക്കം പങ്കെടുത്ത മദ്യസൽക്കാരത്തിൽ 2 CIമാർ തമ്മിലടിച്ചെന്നാണ് റിപ്പോർട്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. ഷഫീദ്, ഗുണ്ടകളെ നിലക്ക് നിർത്തേണ്ടത് പോലീസാണ്. പോലീസ് ഗുണ്ടകൾക്ക് മുമ്പിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ ഐക്യത്തെക്കുറിച്ച് ഗുണ്ടകൾ ശരിക്കും ബോധ്യപ്പെട്ട് കാണും. സേനയ്ക്ക് ഇത്രത്തോളം അപമാനകരമായ മറ്റെന്തുണ്ട് ഷഫീദ്? സുഹൈൽ, ഈ സംഭവത്തിന്റെ വാസ്തവത്തിലേക്കും കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ്, അതായത് കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരം വഴയിലയിൽ പുതുതായി തുടങ്ങുന്ന ബാറിൽ ഒരു മദ്യസൽക്കാരം നടത്തിയത്. ആ ബാറിൽ ഗുണ്ടകൾക്കൊപ്പം പോലീസുകാർ പങ്കെടുത്തു എന്നുള്ളത് തന്നെ സ്വാഭാവികമായും അത് ചട്ടലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, അതിന് പിന്നാലെയാണ് ഈ ഗുണ്ടാ നേതാവിന്റെ സാന്നിധ്യത്തിൽ പോലീസ് തമ്മിലടിച്ചത്. ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് ഉൾപ്പെടെയുള്ളവർ ആ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തു. ഓംപ്രകാശിനെ കൂടാതെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റു ചില ഗുണ്ടകളും ഈ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. അത് പിന്നാലെയാണ് ഈ സൽക്കാരത്തിനിടെ തർക്കമുണ്ടാവുകയും 2 CIമാർ തമ്മിൽ, CI റാങ്കിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഈ മദ്യലഹരിയിൽ തമ്മിലടിക്കുകയും ചെയ്തത്. ഈ വിഷയം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലടക്കം അറിയുകയും തുടർന്ന് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ ഇന്റലിജൻസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും ഏർപ്പാടാക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നാലെയാണ് ഈ സംഭവത്തിൽ ഇന്റലിജൻസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത്. ഉദ്യോഗസ്ഥർ തമ്മിൽ അടിയുണ്ടായതിന്റെയും അതേപോലെ തന്നെ ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തു, ബാർ ഉടമയുടെ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തുന്നതടക്കം ചട്ടലംഘനമാണ് എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഇന്റലിജൻസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ തുടരന്വേഷണത്തിന്മേൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്.